അപ്പോ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. സെറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. ഒരു കുറച്ച് ഒബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളുടെ അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം. എന്താണ് സെറ്റ് എന്നുള്ള ഡെഫിനിഷൻ 2 മാർക്കിന് ചോദിക്കാം. A set is defined as page number 99. A set is defined as a collection of well-defined and distinct objects. Well-defined ആയിട്ടുള്ള നമുക്ക് പരസ്പരം മാറ്റി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് സെറ്റ് എന്ന് വിളിക്കുന്നത്. സെറ്റിനെ യൂഷ്വലി നമ്മൾ ഫ്ലവർ ബ്രാക്കറ്റ്സിനകത്താണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് 1, 2, 3, 4 ഇങ്ങനെ ഒരു 4 നമ്പേഴ്സിന്റെ സെറ്റ് ആണെങ്കിൽ ഇതിനെ നമ്മൾ ഫ്ലവർ ബ്രാക്കറ്റ്സിനകത്താണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലവർ ബ്രാക്കറ്റ്. ഫ്ലവർ ബ്രാക്കറ്റ്സിനകത്താണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു സെറ്റിന് നമ്മൾ പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു സെറ്റിന് പേര് കൊടുക്കുന്നത്. അതേസമയം ഈ സെറ്റിനകത്തുള്ള ഓരോരോ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ്. സെറ്റിന് അകത്തുള്ള ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ്. എലമെന്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് യൂഷ്വലി ഡിനോട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഒരു സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ പരസ്പരം കോമാസ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ യൂസ് ചെയ്യുന്ന പങ്ക്ച്വേഷൻ മാർക്ക് കോമയാണ്. ഓരോ എലമെന്റുകളെയും പരസ്പരം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോമ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയാണ് സെറ്റിനെ പറ്റി മെയിൻ ആയിട്ടും പറയാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. Okay. A set is defined as a collection of well-defined and distinct objects. For example, students in a class, trees in a compound, firms in an industry, letters in the English alphabet. ഇതെല്ലാം സെറ്റിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതിൽ ഓരോ ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ്. അത് മാർക്ക് ചെയ്തിടണം. The distinct objects that constitute a set are called elements. പിന്നെ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ്. അതേസമയം സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഇൻ എ സെറ്റ് എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ പങ്ക്ച്വേഷൻ മാർക്സ് ആൻഡ് ആർ ഗീവൺ ഇൻ ഫ്ലവർ ബ്രാക്കറ്റ്സ്. അപ്പൊ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്ലവർ ബ്രാക്കറ്റിനകത്തും സെറ്റിലെ എലമെന്റ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കോമാസ് ഉപയോഗിച്ചും ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സിമ്പൽ ആണ് എപ്സിലോൺ. ഈ സിമ്പലിനെ വിളിക്കുന്ന പേരാണ് എപ്സിലോൺ. ഓക്കെ, എപ്സിലോൺ ഇത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എലമെന്റ് ഒരു സെറ്റിലെ മെമ്പർ ആണോ അല്ലയോ എന്ന് കാണിക്കുന്നതാണ് എപ്സിലോൺ. അതായത് ഇപ്പൊ ഈ സെറ്റ് ഉണ്ടല്ലോ, സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4 ഇങ്ങനെ നമ്മളൊരു സെറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാം 1 എപ്സിലോൺ എ എന്ന് പറഞ്ഞാൽ 1 ബിലോങ്സ് ടു സെറ്റ് എ, അല്ലെങ്കിൽ 1 is a member of സെറ്റ് എ എന്നാണ് ഇതിന്റെ അർത്ഥം. 1 എപ്സിലോൺ എ എന്ന് പറഞ്ഞാൽ 1 is a member of സെറ്റ് എ അല്ലെങ്കിൽ 1 belongs to എ എന്നാണ് അർത്ഥം. ഓക്കെ, അതേസമയം നമുക്ക് എഴുതാം 10 എപ്സിലോൺ ഇട്ടിട്ട് ഒരു സ്ലാഷ് ഇട്ടാൽ 10 does not belong to എ അല്ലെങ്കിൽ 10 is not a member of എ എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ മുംതാസ്? വീഡിയോ ഓക്കെ. അപ്പൊ ഇതിന് നമ്മൾ വായിക്കുന്നത് ഒന്നെങ്കിൽ 1 belongs to എ അല്ലെങ്കിൽ 1 is an element of സെറ്റ് എ, 10 is not an element of എ, 10 is not an element of അല്ലെങ്കിൽ 10 does not belong to എ, അങ്ങനെയൊക്കെയാണ് ഇതിനെ വായിക്കുന്നത്. അപ്പോൾ ഒരു എലമെന്റ് ഒരു സെറ്റിലെ മെമ്പർ ആണോ അല്ലയോ എന്ന് നമ്മൾ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പൽ ആണ് എപ്സിലോൺ. എപ്സിലോൺ. ഓക്കെ, ഇനി നമ്മള് എക്കണോമെട്രിക്സിലൊക്കെ ഇങ്ങനെ ഒരു സിമ്പൽ കാണും. ഇത് എപ്സിലോൺ അല്ല, ഇത് സിഗ്മ. ഇത് സിഗ്മയാണ്. ഇങ്ങനെ കുഞ്ഞ് ആയിട്ട് ഇങ്ങനെ എഴുതുന്നതാണ് എപ്സിലോൺ. ഓക്കെ, അപ്പൊ അത് അടയാളപ്പെടുത്തി വെക്കുക. The symbol epsilon is used to indicate whether a particular object is an element in a set. ഓക്കെ, ഇനി ഒരു സെറ്റ് നമ്മൾ എഴുതുമ്പോൾ അതിലെ എലമെന്റ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യപ്പെടില്ല. അതിലെ എലമെന്റ്സ് റിപ്പീറ്റിംഗ് ആയിരിക്കത്തില്ല. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു സെറ്റ് നമ്മൾ എഴുതുമ്പോൾ അതിലെ എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള്
ഇപ്പൊ നമ്മള് മേ ബി എന്റെ പേര് എഴുതാണെന്ന് വിചാരിക്കാം, DELTTA. ഓക്കെ, അപ്പോ എന്റെ പേരിന്റെ ഒരു സെറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് DELTA. 2 T ഉണ്ട് ശരിക്കും സ്പെല്ലിങ്ങിൽ, പക്ഷെ സെറ്റിനകത്ത് എഴുതുമ്പോൾ ഒരു ടിയെ നമ്മൾ എഴുതുന്നുള്ളൂ. അപ്പൊ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒബ്ജക്ട്സിലെ എല്ലാ എലമെന്റ്സിനെ നമ്മൾ പെറുക്കി പെറുക്കി എഴുതിയിരിക്കുകയാണ്. പക്ഷെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല, ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അതാണ് അവിടെ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇൻ എ സെറ്റ് സെയിം എലമെന്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്. അവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിന്റെ സെറ്റ് എഴുതുമ്പോൾ എന്ത് വരും? സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എസ് ടി എ ഐ സി. ഇവിടെ ടിയും എസും ഒക്കെ റിപ്പീറ്റിംഗ് ആയിരുന്നു. ടി 3 തവണ ഉണ്ട് ഇതിനകത്ത്, കണ്ടോ? ടി 1 2 3. ഐ ആണെങ്കിൽ 2 തവണ ഉണ്ട്, എസ് 3 തവണ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രാവശ്യം എസും ഒരു പ്രാവശ്യം ടിയും ഒരു പ്രാവശ്യം ഐയും സെറ്റ് നമ്മൾ എഴുതിയപ്പോ എടുത്തെഴുതിയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഇൻ എ സെറ്റ് സെയിം എലമെന്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്. മാത്രല്ല ഒരു സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. മേ ബി എനിക്കിപ്പോ ഈ സെറ്റിനെ സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് EALTT ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ DELTA എന്ന് എഴുതാം. ഏത് ഓർഡറിൽ വേണമെങ്കിലും സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ നമുക്ക് എഴുതാം. ഓർഡർ അവിടെ പ്രശ്നമല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഡിഫൈൻ എ സെറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഡിഫൈൻ സെറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ സെന്റൻസ്, സെറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. The distinct objects that constitute a set are called elements. In the set, elements are separated by punctuation marks and are given in flower brackets. The symbol epsilon is used to indicate whether a particular object is an element in a set. In a set, elements are not repeated. Again, the elements in a set can be written in any order. Clear ആണോ? കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് എങ്ങനെയൊക്കെ നമുക്ക് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. മെയിൻലി 4 മെത്തേഡ്സ് ആണ്, ലൈക് 3 മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് റോസ്റ്റർ മെത്തേഡ്, ഓർ ടാബുലേഷൻ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലേഷൻ മെത്തേഡ്. ഓക്കെ, ഈ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മള് സെറ്റ് എ ഇസ് ഈക്വൽ ടു ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് ABCD അങ്ങനെ പെറുക്കി പെറുക്കി എലമെന്റ്സിനെ എഴുതുന്നതിന്, പെറുക്കി പെറുക്കി എഴുതി കോമാസ് ഇടുന്നതിനെയാണ് റോസ്റ്റർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. നോർമലി നമ്മൾ ചെയ്യുന്നത് റോസ്റ്റർ മെത്തേഡ് ആണ്. നമ്മൾക്ക് എലമെന്റ്സിനെ കോമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് പെറുക്കി പെറുക്കി എഴുതുന്നതിനെയാണ് റോസ്റ്റർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ സെന്റൻസ്, ദ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് എ സെറ്റ് ബൈ ലിസ്റ്റിംഗ് ഇറ്റ്സ് എലമെന്റ്സ് ഇൻസൈഡ് എ ഫ്ലവർ bracket is known as roster method. This method is used when all of the elements in a set are known and are few in numbers. അപ്പൊ നമുക്ക് കുറച്ച് എലമെന്റ്സ് മാത്രം ഉള്ളപ്പോഴും അതുപോലെ ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് അറിയാവുന്ന സാഹചര്യത്തിലുമാണ് ഈ റോസ്റ്റർ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതേസമയം നമുക്ക് ഇതിൽ എത്ര നമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ ഇതിലൊരു 100 എലമെന്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് 100 എണ്ണം പെറുക്കി പെറുക്കി എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് റോസ്റ്റർ മെത്തേഡിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. മെയിൻ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് സ്മോൾ ആയിരിക്കണം, നമ്പർ ഓഫ് എലമെന്റ്സ് ലെസ് ആയിരിക്കണം, അതുപോലെ തന്നെ എലമെന്റ്സ് നോൺ ആയിരിക്കണം. ഓൾ എലമെന്റ്സ് മസ്റ്റ് ബി നോൺ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റോസ്റ്റർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് മെത്തേഡ്. Descriptive phrase method or statement method. ഇതില് നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ A is equal to സെറ്റ് ഇങ്ങനെ പെറുക്കി പെറുക്കി എഴുതുന്നതിന് പകരം അതിനൊരു ഈ എലമെന്റ്സിനെ എല്ലാം കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ
പറ്റത്തക്ക വിധത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതും. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. എലമെന്റ്സിനെ എല്ലാം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് സെറ്റ് എ ബി ദി സെറ്റ് ഓഫ് all natural numbers below 10. Okay. അപ്പൊ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ എന്താ, a is equal to set of 1 2 3 etc up to 10 ആണ് അല്ലേ. അപ്പൊ ഇങ്ങനെ പെറുക്കി പെറുക്കി എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതി, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി സെറ്റ് a is equal to all natural numbers below 10. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ എഴുതാം, ലെറ്റ് സെറ്റ് a is equal to all English alphabets. ഓക്കെ, ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് മെത്തേഡ്. ഒരു ഫ്രേസ് ആയിട്ട്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ ഓക്കെ ആണോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഫ്ലവർ ബ്രാക്കറ്റ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ സെറ്റ് എ റെപ്രസെന്റ്സ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിലോ 10. അങ്ങനെയാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സ്പീഡിൽ പോവാം കാരണം കുറച്ചു പേരൊക്കെ അവിടെ വായിക്കോട്ടെ ഇടുന്നുണ്ട്. പ്രണവ് മാത്രം ഉണ്ട് അവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്. അശ്വതിനെ എനിക്ക് കാണത്തുമില്ല. മുംതാസും അൽബിറ്റ ഇരുന്ന് ഉറങ്ങുന്നു. ഞാൻ പറഞ്ഞില്ല കുറച്ച് ഒരു ക്ലാസ് കൂടി ഉണ്ടല്ലോ മുംതാസ്. ഒരു ക്ലാസ് കൂടെ ഉണ്ടാ? അപ്പ ഇരുന്ന് ഉറങ്ങിയാൽ ഞാൻ ഇറക്കി വിടും. മൂന്നാമത് നമ്മളുടെ റൂൾ മെത്തേഡ്. ഇത് കുറച്ച് ബോറടിക്കുന്ന ഞാൻ പറഞ്ഞു, കാരണം ഇത് തിയറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത് നമ്മുടെ റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ്. സെറ്റ് ബിൽഡർ മെത്തേഡ് മൂന്നാമത്തതാണ് റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ്. ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെറ്റിൽ വന്നേക്കാവുന്ന എലമെന്റ്സിന്റെ ഒരു കോമൺ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്ത് സെറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതും. അതായത് ലെറ്റ് സെറ്റ് എ ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഡേ ഇൻ എ വീക്ക്. അപ്പൊ ഇത് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് മെത്തേഡുമായിട്ട് സിമിലർ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഫ്ലവർ ബ്രാക്കറ്റ് ഒക്കെ ഉപയോഗിച്ച് എക്സ് ആണ് ഒരു എലമെന്റ്, എക്സ് ആണ് എലമെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ എക്സ് ഏതൊക്കെ ആവാം, ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് എക്സ് ഏതൊക്കെ ആവാം, മൺഡേ ആവാം, ട്യൂസ്ഡേ ആവാം, വെനസ്ഡേ ആവാം, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ഇത്രയും പോസിബിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ സെറ്റ് എ ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ്, ഈ വര എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ഡേ ഇൻ എ വീക്ക്. ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു കോമൺ എലമെന്റ്സിന്റെ കോമൺ പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എലമെന്റ് ഏതാ, എക്സ് ആണ്. എക്സിന്റെ കോമൺ പ്രോപ്പർട്ടി എന്താ, എക്സ് ആഴ്ചയിലെ ഒരു ദിവസമാണ്. ക്ലിയർ ആണോ? അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിടണ. ഇൻ റൂൾ മെത്തേഡ് ദി കോമൺ പ്രോപ്പർട്ടി ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ് ഇസ് ഗിവൺ inside the double brackets. For example, suppose the days in a week are the elements of set A such that A is equal to set X such that X is a day in a week. അതുപോലെ അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. സെറ്റ് ബി നെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ബി അവിടെ തന്നിട്ടുണ്ട്. ബി is equal to set of 2 4 6 8 10. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? B equal to set of X such that X is an even number below 10. Like even number less than or equal to 10. X is an even number less than or equal to 10. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ X is an even number below 12 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെയാണോ അപ്പൊ തോന്നുന്നു അതുപോലെ എഴുതാം. പക്ഷെ അതിനകത്ത് ഇത്ര എലമെന്റ്സ് വരാൻ പാടുള്ളൂ. ബിലോ 10 എന്ന് മാത്രം എഴുതി ഇവിടെ 10 വരത്തില്ല. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഇട്ടേക്കുന്നത്. ഓക്കെ, ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ 2 4 6 8 വരെ വരത്തുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആവുമ്പോഴേ 10 വരുള്ളൂ. അല്ലെങ്കിൽ ലെസ് ദാൻ 12 കൊടുക്കണം. 12 അല്ലെങ്കിൽ ലെസ് ദാൻ 11 കൊടുക്കണം. ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 11. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇത്രയാണ് സെറ്റ് ബിൽഡർ മെത്തേഡ്സ്. നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന 3 മെത്തേഡ്സ് പഠിച്ചു. ക്ലിയർ ആണോ? മഞ്ഞ ഭയങ്കര അതിന്റെ മഞ്ഞോ? മഞ്ഞോ? മഞ്ഞ അൽബിച്ചയുടെ വീട് എവിടെയാ? ചോലത്തറ പൂഞ്ഞ മുണ്ടക്കേ റൂട്ട്. ഓ, അവിടെ മഞ്ഞൊക്കെ ആണോ? എനിക്ക് വയ്യ. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇവിടെ തണുപ്പൊക്കെ ഉണ്ട്. മഞ്ഞ് മൂടി കിടക്കുക. അടുത്തത് ഫോംസ് ഓഫ് സെറ്റ്സ്. ഫോംസ് ഓഫ് സെറ്റ്സ് ഇത് തിയറി ആണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് സ്പീഡിൽ പോവാം, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഫോംസ് ഓഫ് സെറ്റ്സ്. ഓക്കെ, സെറ്റ്സ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഫൈനൈറ്റ് സെറ്റും ഇൻഫിനിറ്റ് സെറ്റും. ഫൈനൈറ്റ് സെറ്റും ഇൻഫിനിറ്റ് സെറ്റും. എന്താ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാല്? എന്താ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാല്? അതായത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് നോൺ ആയിരിക്കും. അപ്പൊ ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് നോൺ ആണെങ്കിൽ അതിനെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും. അതേസമയം നമ്പർ ഓഫ് എലമെന്റ്സ് അൺനോൺ ആണെങ്കിൽ, നമ്പർ ഓഫ് എലമെന്റ്സ് അൺനോൺ ആവുമ്പോൾ അതിനെ നമ്മൾ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 20, അല്ലെങ്കിൽ ദ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 20. അപ്പൊ സെറ്റ് എങ്ങനെ വരും? A is equal to set ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 20 ഒന്ന് പറഞ്ഞേ. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 20. ഇല്ല. ഓക്കെ, അതേസമയം ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് അൺനോൺ ആയിരിക്കും. സെറ്റ് ഓഫ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. സെറ്റ് ഓഫ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എണ്ണിയെടുക്കാൻ പറ്റുമോ? 100 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്തത്ര എലമെന്റ്സ് ഉള്ള സെറ്റിനെയാണ് ഇൻഫിനിറ്റ്. നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന ആണെങ്കിൽ അതിനെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ആണ് ഫൈ. നേരത്തെ ഒരു സിമ്പൽ പഠിച്ചായിരുന്നു എപ്സിലോൺ. ഇപ്പൊ പഠിക്കുന്ന ഒരു പുതിയ സിമ്പൽ ആണ് ഫൈ. ഓക്കെ, അതായത് നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റ്. ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ നൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, number of boys in girls college. Number of boys in a girls college. ഇപ്പൊ BCM ലാണെങ്കിൽ MSW ഒഴിവാക്കി വെക്കുക. അൽഫോൻസ ആണെങ്കിൽ ക്ലിയർ എക്സാമ്പിൾ ആണ്, അവിടെ ഒരു കോഴ്സിനും ബോയ്സ് ഇല്ല. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് ഇൻ എ ഗേൾസ് കോളേജ് അത് ഒരു നൾ സെറ്റ് ആണ് അല്ലേ? അതിലൊരു എലമെന്റും ഇല്ല. ആ ഒരു സെറ്റ് നമ്മളിപ്പോ സെറ്റ് A is equal to സെറ്റ് ഓഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഗേൾസ് കോളേജ് എന്ന് പറഞ്ഞിട്ട് നമ്പർ ഓഫ് ബോയ്സ് ഇൻ എ ഗേൾസ് കോളേജ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എലമെന്റ് പോലും ഇല്ല. അപ്പൊ അതിന് നമ്മൾ നൾ സെറ്റ് എന്ന് വിളിക്കും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫൈൻ ആണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. രണ്ട് നൊട്ടേഷൻസ് കൊടുക്കാം. ഒന്നെങ്കിൽ വെറുതെ 2 ഫ്ലവർ ബ്രാക്കറ്റ്സ് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഫൈൻ ഇട്ട് വെക്കുക. അതേസമയം ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, ഇത് നൾ സെറ്റ് അല്ല. ഇതിൽ ഒരു എലമെന്റ് ഉണ്ട്, ഫൈ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. എല്ലാരും വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്, നൾ സെറ്റിന്റെ നൊട്ടേഷൻ ചോദിക്കുമ്പോൾ ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് ഫൈ എഴുതി വെക്കും. അത് തെറ്റാണ്. ഓക്കെ, ഒന്നെങ്കിൽ ഫ്ലവർ ബ്രാക്കറ്റ്സ് മാത്രം ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഫൈ മാത്രം എഴുതുക. ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് ഫൈ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സെറ്റിൽ ഫൈ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? അപ്പൊ അതാണ് നൾ സെറ്റ്. ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റ് ആണ്
നൾ സെറ്റ്. അവിടെ 1-2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. A equal to set of x such that x is a positive number less than 0. Positive number less than 0. 0-നേക്കാളും ചെറിയ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. ഇല്ല. 0-ന് താഴെയുള്ളതെല്ലാം നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ എക്സ് ഇസ് എ മാരീഡ് ബാച്ചിലർ. മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ബാച്ചിലേഴ്സ് എന്ന് വിളിക്കാറില്ലല്ലോ. ഓക്കെ, അപ്പൊ അതൊക്കെ നൾ സെറ്റിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് യൂണിറ്റ് സെറ്റ് അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ്. യൂണിറ്റ് സെറ്റ് ഓർ സിംഗിൾട്ടൺ സെറ്റ്. യൂണിറ്റ് സെറ്റ് അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെയാണ് യൂണിറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. Only one element, a set having only one element is called unit set or singleton set. For example, A equal to set of 10, അല്ലെങ്കിൽ set 5, അല്ലെങ്കിൽ set maybe Z. ഇതൊക്കെ ഒരു സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിൾ ആണ്. കാരണം ഈ സെറ്റിൽ എന്താ ഉള്ളത്? ഒരേ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരേ ഒരു എലമെന്റ് ഉള്ള സെറ്റിനെ, only one element ഉള്ള സെറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് സെറ്റ് അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ. A equal to x such that x is an even prime number. X is an even prime number. എന്തായിരിക്കും ഈ സെറ്റിൽ വരുന്ന എലമെന്റ്? ഏതാ ഈവൻ പ്രൈം നമ്പർ? 2. സെറ്റ് ഓഫ് 2 ആയിരിക്കും. 2 മാത്രമേ ഉള്ളൂ. 2 is the only even prime number. അപ്പോ ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സെറ്റ് അല്ല. ക്രിസ്റ്റീനെ വിളിച്ചായിരുന്നേ, അവള് തറവാട്ടിലാന്ന് പറയും. ഓക്കെ, അടുത്തത് നമ്മള് സെറ്റിന്റെ സബ്സെറ്റും സൂപ്പർ സെറ്റും പഠിക്കാൻ പോവാണ്. സബ്സെറ്റും സൂപ്പർ സെറ്റും. ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഒരു സെറ്റ് ഉണ്ട്. A is equal to 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി വേറൊരു സെറ്റ് B. B is equal to set 2, 4, 6, 8, 10. C equal to set 1, 3, 5, 7, 9. D equal to set 1, 2. E is equal to set 1, 2, 5, 6. ഓക്കെ, അപ്പോ ഈ ബിയിലുള്ള എല്ലാ എലമെന്റും എയിലുണ്ടോ? ഉണ്ടോ? ഡിയിലുള്ള എല്ലാ എലമെന്റും എയിലുണ്ടോ? ഡിയിലും ഇയിലും ഉള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ടോ? അപ്പോ ഇവയെല്ലാം ബിയും സിയും ഡിയും ഇനെയും നമുക്ക് ദീസ് ആർ സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറയാം. സബ്സെറ്റ്സ് ഓഫ് എ, അതായത് ബിയിലും സിയിലും ഡിയിലും ഇയിലും ഉള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ട്, പക്ഷെ എയിലുള്ള എല്ലാ എലമെന്റ്സും ഇവർക്കില്ല. അങ്ങനെ വരുന്നതാണ് സബ്സെറ്റ്സ്. അതേസമയം സബ്സെറ്റുകൾ എല്ലാം കൂടെ കൂട്ടി നമുക്ക് കിട്ടുന്ന സെറ്റാണ് സൂപ്പർ സെറ്റ്. എല്ലാ എലമെന്റ്സും ഉള്ള സെറ്റാണ് സൂപ്പർ സെറ്റ്. അതേസമയം അതിൽ കുറച്ച് എലമെന്റ്സ് മാത്രമുള്ള സെറ്റുകളെയാണ് നമ്മൾ സബ്സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. അതിൻ്റെ അകത്ത് a subset which contains at least one element less than the elements in its superset is called a, like proper subset ന് മുന്നേ subset എന്താന്ന് ആദ്യം വായിച്ചു നോക്കാം. A set A is a subset of B if and only if all the elements of A are elements of B also. A set A is a subset of B if and only if all the elements of A. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഇപ്പോ ഒരു ഫോർ എക്സാമ്പിൾ B എന്ന് പറയുമ്പോഴത്തേക്കും 2, 4, 6, 8, 21 എന്നാണെങ്കിൽ ബി ഇതിന്റെ സബ്സെറ്റ് ആവുമോ? കാരണം 21 ഇതിനകത്ത് ഇല്ല. അപ്പോ
ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൂപ്പർ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ സബ്സെറ്റ്സ് എഴുതാൻ പറയും, അല്ലെങ്കിൽ സബ്സെറ്റ്സിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കാൻ പറയും. അതൊക്കെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പ്രോപ്പർ സബ്സെറ്റ്, സാധാരണ സബ്സെറ്റും ഉണ്ട്, പ്രോപ്പർ സബ്സെറ്റും ഉണ്ട്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ എയുടെ പ്രോപ്പർ സബ്സെറ്റ് നമ്മൾ എഴുതുമ്പോൾ എയിലെ അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് കുറവായാൽ മതി. ഒരു എലമെന്റ് കുറവാണെങ്കിൽ അതിനെ നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും. ഒരു സെറ്റിന്റെ അകത്ത് ഒരു സെറ്റിന്റെ സബ്സെറ്റ് എഴുതുമ്പോൾ സബ്സെറ്റിനകത്ത് ആ സെറ്റിലുള്ളതിനേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് കുറഞ്ഞാൽ അതിനെ നമ്മൾ ഒരു പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും. നോക്കിയേ, a subset which contains at least one element less than the elements in its superset is called a proper subset. ഇതൊന്നും ഡെഫിനിഷൻ 2 മാർക്സിന് ചോദിക്കുകയുള്ളൂ, അല്ലാതെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഒരു സെറ്റ് തരും, അതിൽ നിന്ന് സബ്സെറ്റ് എഴുതാൻ പറയും, അതുപോലെ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതിന്റെ ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കും. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് കണ്ടോ? എ നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അപ്പൊ എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആണ് നൾ സെറ്റ്, അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇനി പ്രോപ്പർ സബ്സെറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. A is a proper subset of B, അല്ലെങ്കിൽ A is a subset of B നെ A, C, B എന്നാണ് റെപ്രസെന്റ് ചെയ്യാം. A is a subset of B. കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്, അത് ഞാൻ ഈ ഇപ്പം 4 മിനിറ്റ്സിൽ എൻഡ് ആവും. അടുത്ത മീറ്റിംഗ് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു സെറ്റ്, എന്താണ് അതിന്റെ സബ്സെറ്റ് എന്ന് മനസ്സിലായോ? പിന്നെ എല്ലാത്തിന്റെയും സബ്സെറ്റ് ആണ് 5. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പേജ് നമ്പർ എന്തോ ഹലോ പേജ് നമ്പർ 101 ആ 4th സംഭവം അതൊന്ന് വായിച്ചിട്ട് അടുത്ത സെഷനിൽ കയറാവോ? ഹലോ, എല്ലാരും ഉറങ്ങിപ്പോയതാണോ? എന്താ? ഹലോ, ഇതില് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നല്ലേ പറയുന്നേ? അതെ, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണല്ലോ ടെക്സ്റ്റില്. ചിലപ്പോ അത് ക്വസ്റ്റ്യനില് എയും ബിയും എടുത്തിരിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ എടുത്തപ്പോ എന്റെ എയും ബിയും വേറെ അല്ലേ? എങ്ങനെ വേണമെങ്കിലും പറയാലോ. ഇപ്പൊ ഈ എക്സാമ്പിളിൽ നോക്കുമ്പോ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, സി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അതായത് ഈ എയുടെ ഒരു സബ് ആണ് ബി. ബിയില് എയിലുള്ള എല്ലാ എലമെന്റ്സും ഇല്ല, പക്ഷെ ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് വരണേ, അടുത്ത ലിങ്ക് തരാൻ. ഞാൻ അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുവാണ്. അതെ, അതെന്താന്ന് എനിക്കറിയില്ല. ശരിക്കും മുംതാസ് സ്റ്റക്ക് ആയിപ്പോയി, എന്ത് വെച്ചതെന്ന് അറിയില്ല. ഇടയ്ക്ക് ക്രിസ്റ്റീനെ വിളിച്ചായിരുന്നു, അതിന്റെ ആയിരിക്കും. എന്നാ അടുത്ത ലിങ്കിൽ കയറുമ്പോ ശരിയാവുമായിരിക്കും. ഞാൻ ലിങ്ക് അയക്കാം. ഓക്കെ.